മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കേരളത്തിലെ എല്ലാ സ്കൂളുകളും സർക്കാർ ഇടപെടൽ കൊണ്ട് മെച്ചപ്പെട്ടതായി മാറിയെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു പറഞ്ഞു. ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെയും സ്ട്രീം ഇക്കോസിസ്റ്റം പ്രൊജക്ട് ഹബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നേരത്തെ സ്കൂളുകൾ പഴയ കെട്ടിടമായിരുന്നു, അടിസ്ഥാന സൗകര്യങ്ങളും കുറവായിരുന്നു. നവകേരള മിഷൻ വഴി പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ഇടപെടലിൽ എല്ലാ സ്കൂളുകളും മെച്ചപ്പെട്ടു വരികയാണ്. സ്കൂൾ കെട്ടിടങ്ങൾ ഹൈടെക്കായി മാറുമ്പോൾ അക്കാദമിക് നിലവാരവും മെച്ചപ്പെടുന്നതായും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഗവൺമെന്റ് നവകേരള മിഷൻ അതിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ യജ്ഞം, വിദ്യാകിരൺ ഇങ്ങനെ തുടങ്ങിയ പദ്ധതികളെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ എല്ലാ സ്കൂളുകളും നമ്മൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് നമ്മളിന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ അക്കാദമിക നിലവാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്. നന്നായിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാമാണ്. ആ സൗകര്യങ്ങളെല്ലാം ലഭിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കും. സണ്ണി ജോസഫ് എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ SSK DPC EC വിനോദ് പദ്ധതി വിശദീകരണം നടത്തി. ഇരിട്ടി നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത, TK ഫസീല, K. സോയ, AK രവീന്ദ്രൻ, K. സുരേഷ്, PK ബൾക്കീസ്, V. ശശി, P. ശകുന്തള, സുനിൽ കരിയാടൻ, TM തുളസീധരൻ, V. രാജീവൻ, KK ശ്രീനിവാസൻ, CV സുലേഖ, P. സീനത്ത്, രവീന്ദ്രൻ മുണ്ടയാടൻ, MP മനോജ്, KV രാമചന്ദ്രൻ, K. പത്മനാഭൻ, VV വിനോദ് കുമാർ, ഷാജി, AD ഓമന എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. പവിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പവിത്ര ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.